ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന പരിമല സെമിനാരിയുടെ മാനേജരും പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലുമായിരിക്കുന്ന ആദരണീയനായ കെ വി പോൾ റമ്പാച്ചൻ, വന്യ സഹോദര വൈദികരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഈ അനുഗ്രഹീത സംഗമ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുമേ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ പള്ളിക്കുള്ളിൽ ഇപ്പോൾ ആയിരിക്കുന്ന ആളുകൾ മാത്രമല്ല ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്നെനിക്കറിയാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ ശുശ്രൂഷയിൽ അനേകായിരങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. അവരെയും പ്രാർത്ഥനയിൽ പ്രത്യേകം സ്മരിക്കുകയും അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ദ്വിവിധ പ്രാധാന്യമുള്ള ഒരു യോഗമാണ് പരിശുദ്ധൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ ഇന്ന് നടക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും അഭംഗുരമായി നടന്നു വരുന്ന വെള്ളിയാഴ്ച ധ്യാനം, അതോടൊപ്പം അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഒരു പ്രാർത്ഥനാ യോഗ സംഗമ ധ്യാന സന്ദർഭം. അതുകൊണ്ട് ഈ രണ്ട് തരത്തിലും പ്രാധാന്യമുള്ള ഈ യോഗത്തിൽ ഒരു പ്രഭാഷകനായിരിക്കാൻ സാധിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും അതിനനുമതി നൽകിയവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഇവിടേക്ക് വന്ന സന്ദർഭത്തിൽ വളരെ മനോഹരമായ ഒരു ഡയറി എനിക്ക് നൽകുകയുണ്ടായി. നമ്മുടെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മനോഹരമായ ഡയറിയാണ്. അതിൻ്റെ ആദ്യ താളുകളിൽ നമ്മുടെ സഭയുടെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്, വിശ്വാസികളിൽ എന്ത് ചലനമാണ് പ്രാർത്ഥനാ യോഗ കൂട്ടായ്മ കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി 1-2 വാചകങ്ങളിൽ പറയുന്നുണ്ട്. The objective of this group is to ascertain the inculcation of firm faith, love of the church and brotherhood. എത്ര ഉദാത്തമായ അനുഗ്രഹകരമായ ഒരു ആശയമാണ്. സത്യസഭയുടെ അനുഗ്രഹീത വിശ്വാസത്തിൽ നിന്ന്, ശുശ്രൂഷ അനുഭവത്തിൽ നിന്ന്, ആത്മീയ ജീവിത അനുഭവത്തിൽ നിന്ന് ആരും തന്നെ അന്യപ്പെട്ട് പോകാതിരിക്കത്തക്കവണ്ണം ഒരു പീരിയോഡിക്കൽ എക്സാമിനേഷൻ അത് അനുസ്യൂതമായി നടത്തുന്ന നമ്മുടെ സഭയുടെ ആത്മീയ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ യോഗം. എൻ്റെ നിരീക്ഷണത്തിൽ മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 2 പ്രത്യേകതകൾ നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിനുണ്ട്. അതിലൊന്നാമത്തത്, പരിശുദ്ധ സഭയിൽപ്പെട്ട എല്ലാവർക്കും പ്രായവ്യത്യാസമന്യേ, ലിംഗവ്യത്യാസമന്യേ പങ്കെടുക്കാവുന്ന ഏക ആത്മീയ പ്രസ്ഥാനം പ്രാർത്ഥനാ യോഗമാണ്. മർത്തമറിയ സമാജത്തിനും യുവജന പ്രസ്ഥാനത്തിനും സൺഡേ സ്കൂളിനും ബാലികാ ബാലസമാജത്തിനും എല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്.
ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ളവരെ അവരെയൊക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനാ യോഗം കുടുംബമായി എല്ലാവർക്കും സംബന്ധിക്കാവുന്ന ഏക ആത്മീയ പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ശാഖാവൈസ് എണ്ണം നോക്കിയാൽ പ്രാർത്ഥന യോഗത്തിനാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ ആത്മീയ പ്രസ്ഥാനത്തിലുള്ളത്. ഒരുപക്ഷെ ഒരു വലിയ ഇടവകയ്ക്ക് 1 or 9 സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കട്ടെ, അവിടെ 18 പ്രാർത്ഥനാ യോഗങ്ങൾ കാണും. ചെറിയ ഇടവകകൾക്ക് പോലും ഒരു സൺഡേ സ്കൂളും ഒരു യുവജന പ്രസ്ഥാനവും ഒരു മർത്തമറിയ സമാജവും ഉള്ളിടത്ത് 4 or 5 അതിലധികമോ പ്രാർത്ഥനാ യോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ എത്ര 1000 പ്രാർത്ഥനാ യോഗ യൂണിറ്റുകളാണ് നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നത്. അതിനെയെല്ലാം അനുഗ്രഹകരമായി കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഹാർദമായി അനുമോദിക്കുകയാണ്. പ്രാർത്ഥന യോഗ സംഘടനയുടെ പരമരക്ഷാധികാരിയായി പരിശുദ്ധ ബാവാ തിരുമേനിയും അതിൻ്റെ പ്രസിഡൻ്റായി അഭിവന്യ തെവോദോസിയോസ് തിരുമേനിയും ഊർജ്ജസ്വലനായ നമ്മുടെ മത്തായി കുന്നിലച്ചൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും പ്രിയപ്പെട്ട സനാജി ജോർജ് ഇതിൻ്റെ സെക്രട്ടറിയായും വൈദിക കുടുംബത്തിൽ എനിക്ക് സഹോദരനായിരിക്കുന്ന പ്രിയപ്പെട്ട ബിജു മാത്യു പ്രഖാനം അച്ഛൻ ഈ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായും ശ്രീ ഐസക് തോമസ് ബാഹ്യ കേരള സെക്രട്ടറിയായും ശ്രീ PS ജോർജ് ട്രഷററായും ശ്രീ വർഗീസ് കരിപ്പാടം ഓർഗനൈസിംഗ് സെക്രട്ടറിയായും പ്രിയപ്പെട്ട റഞ്ജി ഇതിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം മേൽക്കുമേൽ അനുഗ്രഹങ്ങളും അഭ്യുന്നതിയും തമ്പുരാൻ ഈ പ്രസ്ഥാനം കൊണ്ട് ആഗ്രഹിക്കുന്ന ഫലവും ഉളവാക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കൂടി വരുന്ന സന്ദർഭങ്ങളിൽ ഒരു വേദഭാഗം ധ്യാനിച്ച് ചില കാര്യങ്ങൾ ബുദ്ധിപരമായി പഠിച്ച് പോവുക എന്നതിലുപരിയായി ഇപ്പോൾ നാം ആയിരിക്കുന്ന നിലയിൽ നിന്ന് എന്താണ് വ്യത്യാസം നമുക്കുണ്ടാവേണ്ടത് എന്ന് പഠിക്കുവാൻ ചില തീരുമാനങ്ങളും ആലോചനകളും നടത്തുന്നതും നന്നായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കപ്പുറം നിരണം ഭദ്രാസനത്തിൽ ഞാൻ ഇടവക ശുശ്രൂഷ നിർവഹിക്കുന്ന വൈദികനാണ്. എനിക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇടവക മുതൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൗത്യം വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോസ്റ്റ് കമ്മ്യൂണിയൻ നടത്തുന്ന സമയത്ത് either a man or a woman, a boy or a girl, ഒരു 5 മിനിറ്റ് പ്രസംഗിക്കണം. അനുഗ്രഹകരമായി ആ ശുശ്രൂഷ ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഒരു 3 വർഷത്തെ കാലാവധി അച്ഛൻ ഒരു ഇടവകയിൽ പൂർത്തീകരിക്കുമ്പോൾ ഒരു 10-15 പേരെങ്കിലും മിനിമം പ്രാർത്ഥന യോഗത്തിലോ അതുപോലെയുള്ള മറ്റ് കൂട്ടായ്മകളിലോ ഒരു മടിയും കൂടാതെ 10 മിനിറ്റ് പ്രസംഗിക്കാനുള്ള ഒരു ആർജവം ഉള്ളവരായിട്ട് മാറും. അത് തന്നെയല്ല, സ്വന്തം ഇടവകയിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം നല്ല ഒരു ഒരുക്കം അവർ വീട്ടിൽ നടത്തും. കുറേ വായിക്കും, ബൈബിള് കുറേ റെഫർ ചെയ്യും, നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യും. അതെല്ലാ തരത്തിലും അനുഗ്രഹമാണ്. മത്തായി കുന്നിലച്ചൻ്റെ ശ്രദ്ധയിൽ എനിക്ക് വയ്ക്കുവാനുള്ളത് മലങ്കര സഭയിലാകമാനം അത്തരത്തിൽ ഒരു പ്രോഗ്രാം അതിനുവേണ്ടി പരിശുദ്ധ ബാവാ തിരുമേനിയോട് ശുപാർശ ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ആളുകൾ പ്രസംഗിക്കുവാൻ സ്വതവേ താല്പര്യമുള്ളവരാണ്, പക്ഷേ അവർക്ക് പലപ്പോഴും സന്ദർഭങ്ങൾ ലഭിക്കുന്നില്ല. പ്രാർത്ഥനാ യോഗമാണ് അതിനുള്ള ഏറ്റവും നല്ല ഒരു മീഡിയ എന്ന്
ഞാൻ കരുതുകയും അത് വിനയപൂർവ്വം പ്രാർത്ഥനാ യോഗത്തിൻ്റെ ചുമതലക്കാരുടെ ശ്രദ്ധയിൽ വയ്ക്കുകയുമാണ് ചെയ്യുന്നത്. പെസഹായ്ക്ക് ശേഷം നമ്മൾ 50 ദിവസങ്ങൾ പിന്നിടുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ തൊട്ടു തലേന്ന് മൃഗബലി അവസാനിപ്പിച്ച് താൻ സസ്യബലി അപ്പത്തിലും വീഞ്ഞിലും കൂടെ ആരംഭിക്കുമ്പോൾ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അവരെ ഭരമേൽപ്പിച്ച ആ ശുശ്രൂഷ അഭംഗുരമായി നാം ഇന്നും തുടരുമ്പോൾ ആ പെസഹ ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ്. ഉദ്ധിതനായ കർത്താവ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിലായി പലയിടത്ത് വച്ച് പല തരത്തിൽ പ്രത്യക്ഷനായി. അതിനുശേഷം സ്വർഗാരോഹണവും കഴിഞ്ഞ് ഇനി പെന്തിക്കോസ്തിക്ക് വേണ്ടി സഭ ഒരുങ്ങുകയാണ്. ഇത് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പെന്തിക്കോസ്തി നാളുകളിൽ ട്രഡീഷണലായി നാം വായിക്കാറുള്ള ഒരു വേദഭാഗമാണ് എസെക്കിയേൽ ദീർഘദർശനം 36-ാം അധ്യായം 24 മുതൽ ഉള്ള വാക്യങ്ങൾ. എൻ്റെ മുഖ്യ പ്രസംഗ വിഷയം അതല്ലെങ്കിലും ആ ഭാഗത്തു നിന്ന് 2 വാക്യങ്ങൾ നിർബന്ധമായും ഇതിൻ്റെ പ്രാരംഭത്തിൽ നാം കേട്ടിരിക്കേണ്ടതാണ്. എസെക്കിയേൽ ദീർഘദർശനം 36-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നാം ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. തൊട്ടടുത്ത വാക്യം 26-ാം വാക്യം ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, പുതിയ ഒരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഒരു നിർമ്മല ജലത്തിൻ്റെ തളിപ്പിനായി നാം ഒക്കെ ഒരുങ്ങുകയാണ്. ഒരാത്മാവിൻ്റെ പുതുക്കത്തിനായി നാം എല്ലാം ഒരുങ്ങുകയാണ്. പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം. പ്രിയപ്പെട്ട റമ്പാച്ചനും പ്രിയപ്പെട്ട മത്തായി കുന്നിലച്ചനും ഓർമ്മിപ്പിച്ച ലഘുപ്രസംഗങ്ങളിലൂടെ നാം ഏറ്റെടുക്കുന്ന ആത്മീയ അനുഭവത്തിൽ നിന്ന് പിന്നാക്കം പോകാതെ ഇരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ. പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷ മുട്ടുകുത്തലിൻ്റെ ക്രമം എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. പ്രാർത്ഥനായോഗത്തിന് വായനയുടെ യോഗം എന്നറിയപ്പെട്ടിരുന്നത് പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. രഹസ്യ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന കുറിയേലായിസോൻ എന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുകയാണ്. യാന്ത്രികമായി പോകരുത്. നിശ്ചയദാർഢ്യത്തോടെ ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് എന്തെങ്കിലും കേടോ കറയോ ചുളിവോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വ്യത്യസ്തത ബോധപൂർവം ആഗ്രഹിച്ചുകൊണ്ട് വേണം പെന്തിക്കോസ്തി പെരുന്നാൾ നാം തരണം ചെയ്യുവാൻ. അതുകൊണ്ട് നിർമ്മല ജലം തളിക്കപ്പെടുവാനും പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ് നമ്മിൽ സ്ഥിരീകരിക്കപ്പെടുവാനും ഉള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഈ ദിവസങ്ങളിൽ നമ്മുടെ അന്തരംഗത്തിലുണ്ടാവണം. ഞാൻ ഇന്ന് മുഖ്യ ചിന്താവിഷയമായി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ആത്മാവിനെ കെടുക്കരുത്. ബാക്കി ആർക്ക് പറയാം? പ്രവചനം തുച്ഛീകരിക്കരുത്. ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആത്മാവിനെ കെടുക്കരുത്,
പ്രവചനം തുച്ഛീകരിക്കരുത്. ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഡു നോട്ട് ഡെസ്പൈസ് പ്രൊഫസീസ്. കെടുക്കുക എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മളിന്ന് കെടുത്തുക എന്നുള്ള വാക്ക് നമുക്ക് വളരെ പരിചിതമാണ്. ക്വെൻച്ച്, QUENCH, അല്ലെങ്കിൽ കെടുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്ലെയിം കുറയ്ക്കുക എന്നാണ്. ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയുടെ ആ തീവ്രത കുറയ്ക്കുക എന്ന അർത്ഥമാണ് ക്വെൻച്ച് എന്ന വാക്കിനുള്ളത്, അല്ലെങ്കിൽ കെടുക്കുക എന്ന വാക്കിനുള്ളത്. തെസലോനിക്കയിലെ ആളുകൾ ഒരുപാട് കുഴപ്പമുള്ളവരായിട്ടല്ല പൗലോസ് ഇത് എഴുതിയത്. ഈ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, രണ്ടാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയായിൽ നിന്ന് അഖായയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇടവേളയിൽ അദ്ദേഹം എഴുതിയ കത്താണ് തെസലോനിക്ക ലേഖനം. തെസലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ ഒരുപാട് മാതൃകയുള്ള കാര്യങ്ങൾ പൗലോസ് തെസലോനിക്കരെ കുറിച്ച് അഭിമാനത്തോടെ പറയുന്നുണ്ട്. 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവരുടെ സഹോദരപ്രീതിയെക്കുറിച്ച്, അതൊരു വലിയ കാര്യമല്ലേ. പിന്നീട് 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അതിനൊരു സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. വാട്ട് എവർ യു ഡു നൗ ഈസ് പെർഫെക്റ്റ്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഭംഗിയായും ഉചിതമായുമാണ്, അതുപോലെ എന്ന് പറഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളെ പൗലോസ് ശ്ലാഘിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ജ്വാല, അതിൻ്റെ തീഷ്ണത അണഞ്ഞു പോകാനുള്ള ഒരു സാധ്യത പൗലോസ് മുന്നിൽ കണ്ടുകൊണ്ട്, അങ്ങനെയൊരു സാധ്യതയുണ്ടല്ലോ, അങ്ങനെയൊരു സാധ്യതയുണ്ടല്ലോ. നമ്മളെത്ര തീരുമാനങ്ങളെടുത്താലും, നമ്മൾ എന്തുമാത്രം വലിയ പ്രതിജ്ഞകൾ ദൈവമുൻപാകെ നടത്തിയാലും, ഇനി ഞാൻ നന്നാകും എന്ന് സാക്ഷ്യം പറഞ്ഞാലും നമ്മുടെ ജ്വാല അണഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ശോഭ കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിനെതിരെ ഒരു വലിയ സൂചന പൗലോസ് നടത്തുകയാണ്. ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ കെടുക്കരുത്. പരിശുദ്ധനായ മാർ അപ്രേം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാകവിയും ഒരു ശമാശനുമാണ്, ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശയന നമസ്കാരത്തിലെ പാട്ടുകളൊക്കെ അപ്രേമിൻ്റെ പാട്ടുകളാണ്. അദ്ദേഹം എഴുതിയ വൈസ് വേ എന്ന് പറയുന്ന, അന്ന് എഴുതിയ ശ്രദ്ധേയമായ ഒരു അനേക വരികളുള്ള ഒരു കവിതയുടെ ഒരു ഭാഗത്ത് മനുഷ്യ സൃഷ്ടിയിൽ ദൈവം അവനെ അലങ്കരിച്ച ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് സുറിയാനിയിൽ തന്നെ ഒന്ന് പാടുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. ബ്രോമൻ നഫറോ ക്യോനോ ഹർഷോ ബസബ്ത ബനഫിഷോ മോറാസ് ഗാസേ. ക്രിയേറ്റഡ് ഫ്രം ദ ഡസ്റ്റ്, മണ്ണിൽ നിന്ന് ഒരു മൂകപ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചു. ആൻഡ് ഡെക്കറേറ്റഡ് ഇറ്റ് വിത്ത് സോൾ, ആത്മാവ് കൊണ്ട് അതിനെ അലങ്കരിച്ചു. ബ്രോമൻ അഫറോ, അഫറോ എന്ന് പറഞ്ഞാൽ പൊടി, ബ്രോ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ്. ക്യോനോ ഹർഷോ, എ ഡഫ് നേച്ചർ. ബസബ്ത ബനഫിഷോ,
ഡെക്കറേറ്റഡ് ഇറ്റ് വിത്ത് സോൾ. ആത്മാവ് എന്താണെന്ന് അതിൻ്റെ അവസാനത്തെ രണ്ട് വാക്ക് മോറാസ് ഗാസേ, എല്ലാ നിധികളുടെയും കലവറയാണ് ആത്മാവ്. ഡെക്കറേറ്റഡ് ഇറ്റ് വിത്ത് സോൾ, the mistress and treasure of all blessings. ആത്മാവിൻ്റെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മിൽ ഈ മൺകൂടാരത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ആത്മാവ്, മനുഷ്യൻ മരിക്കുമ്പോഴും മൃഗം മരിക്കുമ്പോഴും മരം മരിക്കുമ്പോഴും മണ്ണാകും. പക്ഷേ മരം മരിച്ച് മണ്ണാകുന്നു, മൃഗം മരിച്ച് മണ്ണാകുന്നു, മനുഷ്യൻ മരിച്ച് മണ്ണായാലും അവൻ വീണ്ടും ജീവിക്കും. കാരണം ഈ മൺകൂടാരം മണ്ണിനോട് ചേരും, പക്ഷേ ആത്മാവ് അതിനെ സൃഷ്ടിച്ചാക്കിയവെങ്കിലേക്ക് മടങ്ങിപ്പോകും. ഈ ആത്മാവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വേദ വ്യാഖ്യാതാക്കൾ പറയുന്നത് ആത്മാവ് അനശ്വരമാണ്. ആത്മനഷ്ടം നമുക്കുളവാക്കുന്ന വേദന വളരെ തീവ്രമാണ്. ആത്മാവിനെ നേടാൻ ദൈവം ഒരുക്കിയ പദ്ധതി വളരെ വലുതാണ്. ആത്മാവിനെ നേടാൻ ദൈവം ഒരുക്കിയ പദ്ധതി വളരെ വലുതാണ്. സോ സ്പിരിറ്റ് ഈസ് പ്രഷ്യസ്. ആത്മാവ് അനശ്വരമാണ്. ഈ ആത്മാവിൻ്റെ അണയാത്ത അഗ്നി നമ്മിൽ ജ്വലിപ്പിച്ചത് ദൈവമാണ്. ആ അഗ്നിയുടെ പ്രഭ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈയിടെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കണ്ടു. അതിൽ ഒരു ആർട്ടിക്കിള് വളരെ രസകരമായിട്ട് തോന്നി. MSW, it leads to death. ഞാൻ അന്തിച്ചു പോയി. മാസ്റ്ററിങ് ഇൻ സോഷ്യൽ വർക്ക്, how it leads to death. MSW, it leads to death. കൃത്യമായി വായിച്ചപ്പോഴാണ് എമ്മിൻ്റെയും എസിൻ്റെയും ഡബ്ല്യുടെയും വിശദീകരണം അവിടെ കണ്ടത്. M സ്റ്റാൻഡ്സ് ഫോർ മാൽ ന്യൂട്രീഷ്യൻ. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷക ഗുണമില്ലായ്മ. എസ് എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ, വിശപ്പ്, തീവ്രമായ വിശപ്പ്. W എന്ന് പറയുന്നത് വീക്ക്നെസ്. സോ മാൽ ന്യൂട്രീഷൻ, സ്റ്റാർവേഷൻ ആൻഡ് വീക്ക്നെസ് ലീഡ്സ് ടു ഡെത്ത്, ഈവൻ ഡെത്ത്, മരണം വരെയും സംഭവിപ്പിച്ചു എന്നിരിക്കാം. അപ്പം ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിച്ചു, എടാ ഇത് ആത്മീയ ജീവിതത്തിലേക്ക് എങ്ങനെ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ വെറുതെ ഈ വാക്കുകളിലെല്ലാം ആദ്യത്തെ സ്പിരിച്വൽ എന്നൊന്നിട്ട് നോക്കി. അപ്പോൾ സ്പിരിച്വൽ മാൽ ന്യൂട്രീഷൻ, സ്പിരിച്വൽ സ്റ്റാർവേഷൻ, സ്പിരിച്വൽ വീക്ക്നെസ്, ഇറ്റ് ലീഡ്സ് ടു സ്പിരിച്വൽ ഡെത്ത്. കർത്താവ് പറഞ്ഞല്ലോ, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? അതല്ല, അവൻ അതിന് മറുവിലയായി എന്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാനില്ലെന്നാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ആത്മാവ്. ഇപ്പം മാൽ ന്യൂട്രീഷൻ, സ്പിരിച്വൽ മാൽ ന്യൂട്രീഷൻ, ആത്മീയമായ പോഷക ഗുണമില്ലായ്മ, ആത്മീയമായ വിശപ്പ്, ആത്മീയമായ വീക്ക്നെസ്, ഇത് സ്പിരിച്വൽ ഡെത്തിലേക്ക് നയിക്കും. എനിക്കതിന് വളരെ ഉദാഹരണം കാണിക്കുവാൻ ചില വേദഭാഗങ്ങളും ലഭിക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഗിരിപ്രഭാഷണത്തിൻ്റെ കോർ വേഴ്സ് എന്ന് പറയുന്നത് 5:48 നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ
You be perfect as your heavenly Father is perfect. സൽഗുണപൂർണതയ്ക്കുള്ള കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഗിരിപ്രഭാഷണം, മലമേൽ കയറി. അവിടെ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് ഒരു യഹൂദനായിരുന്നു. യഹൂദ ആചാരാനുഷ്ഠാനങ്ങളൊന്നും കർത്താവിന് വിരോധമായിരുന്നില്ല. പക്ഷെ അവരനുഷ്ഠിച്ച മാർഗങ്ങൾ അത് പോഷക ഗുണമുള്ള മാർഗങ്ങളല്ലായിരുന്നു. നമുക്കറിയാം, നമുക്ക് വിശന്നിരിക്കുമ്പോൾ വയറ് നിറയ്ക്കാനായിട്ട് പോഷക ഗുണമുള്ള സാധനങ്ങൾ ചീരയും പയറും മുളപ്പിച്ചതും ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ 4 പൊറോട്ടയും ഒരു കട്ടൻ ചായയും കഴിക്കാം. അല്ലെങ്കിൽ 2 ബോണ്ടായും ഒരു പാലും വെള്ളവും കഴിക്കാം. ഇതിലേതെനം കഴിച്ചാലും വയറ് നിറഞ്ഞു കിട്ടും. പക്ഷെ എന്ത് കഴിച്ചാലാണ് പോഷക ഗുണം ഉണ്ടാകുന്നത്? നമ്മൾ ഇന്നാണല്ലോ പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക എന്നൊക്കെ പറയുന്നത്. പണ്ട് പ്രാർത്ഥന കഴിക്കുകയായിരുന്നു, നമസ്കാരം കഴിക്കുകയായിരുന്നു, കല്യാണവും കഴിക്കുകയായിരുന്നു, അല്ലേ? ശുശ്രൂഷ കഴിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാം നമ്മൾ കഴിക്കുകയാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പോഷക ഗുണമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആ കഴിച്ചതിൻ്റെ ഗുണം കിട്ടുകയില്ല. അതാ കർത്താവ് പറഞ്ഞത്. കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുമ്പോൾ തെരുക്കോണുകളിൽ വാക്കുകൾ പെരുക്കുന്നത്? Why you multiply your words in the street corners when you pray? എന്നിട്ട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. ചേട്ടാ, അതനുസരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥന യോഗത്തിന് പോകാൻ ഒക്കുകയില്ലല്ലോ, പ്രാർത്ഥന യോഗ സംഗമത്തിന് പരിമല വരാനും ഒക്കുകയില്ലല്ലോ. നമ്മുടെ വീട്ടിലേതെങ്കിലും ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? പക്ഷെ അതിൻ്റെ കുട്ടൻസ് എവിടാന്നറിയാമോ? അതിൻ്റെ സുറിയാനി പരിഭാഷ നോക്കുമ്പോൾ അത് മനസ്സിലാവും. അറയിൽ കടന്ന് വാതിലടയ്ക്കാൻ പറഞ്ഞേക്കുന്നതിൻ്റെ വാക്ക് ആഹൂക്ക് തറവോക്ക് എന്നാണ്. അതിൻ്റെ പച്ച മലയാളം നിന്റെ വാതിലടയ്ക്കാൻ. യു ഷട്ട് യുവർ ഡോഴ്സ്. ആഹൂക്ക് തറവോക്ക് എന്ന് പറഞ്ഞാൽ പരുമലപ്പള്ളി വന്ന് നിൽക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥന യോഗത്തിന് പോകുമ്പോഴും നമുക്ക് നമ്മുടെ വാതിൽ അടയ്ക്കാൻ ഒക്കും, അല്ലേ? പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ വെക്കണമേ. ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാക്ക്, നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, നമ്മുടെ സ്പർശനം, അങ്ങനെയുള്ളതെല്ലാം നമ്മെ ലോകത്തോട് ഏറെ അടുപ്പിക്കുന്നതാണ്. അപ്പോൾ തെരുക്കോണുകളിൽ നിങ്ങൾ വാക്കുകൾ പെരുക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ പ്രാർത്ഥനക്കാരനാണെന്ന് മനുഷ്യൻ കാണണമെന്നാണ്. യു ഷട്ട് യുവർ ഡോഴ്സ്. പള്ളി വന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മളത് ഓർത്തോണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അടയ്ക്കണം. ഇന്ദ്രിയങ്ങൾ അടയ്ക്കണം. ഇവിടെ ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗെ മശീഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. അപ്പം നമ്മളങ്ങ് സമ്മതിച്ചു, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ദൈവത്തിങ്കലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോധം പോയി. അപ്പോൾ അത് കഴിഞ്ഞ് തമാശ കേട്ടോ, കഴിഞ്ഞ് പറയുകയാണ്, അച്ഛനെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് സമാധാനം കൊടുക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തനിക്കും ഉണ്ടാകട്ടെ എന്ന് പറയേണ്ടതിന് പകരം അങ്ങയുടെ ആത്മാവിനും ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെ? അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എടാ, ബോധം പോയ മനുഷ്യനല്ലയോ നിൽക്കുന്നത്? ബോധം പോയ മനുഷ്യനല്ലേ നിൽക്കുന്നത്, പിന്നെ ബോധമില്ലായ്മയല്ലാണ്ട് പറയത്തുള്ളൂ. തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അതിലൊത്തിരി കാര്യമുണ്ട്. നമ്മൾ പള്ളിയിൽ ആരാധനയ്ക്ക് നിൽക്കുമ്പോഴും നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും പോലും നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും നമ്മുടെ വരുതിയിൽ നിൽക്കുന്നില്ല. പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടേകാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിടണം.
കഴിക്കുമ്പോൾ പോഷക ഗുണമുള്ളത് കഴിക്കണം. എല്ലാ കാര്യത്തിലും ഇതുണ്ട് കേട്ടോ. വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോഴും രഹസ്യ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അത് പോഷക ഗുണമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. കാലം ചെയ്ത ഈവാനിയോസ് തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യത്തോടടുത്ത സമയത്ത് പ്രത്യേകിച്ചും, പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം. എന്താ തിരുമേനി അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ തിരുമേനി അല്പം കൂടെ പറയും, സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും സ്വാർത്ഥത കലർന്നിട്ട് ഇന്നത്തെ ലോകത്തിൻ്റെ പല മോഡലുകളും നമ്മൾ സ്വീകരിച്ചിട്ട് പിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ചു തന്ന പ്രാർത്ഥനയുടെ രീതി ശാസ്ത്രത്തിലെല്ലാം ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഷടപടാന്ന് കാര്യങ്ങൾ നമുക്ക് സാധിച്ചു തരുന്ന ഒരു ദൈവമായി, ഈവൻ നമുക്ക് ശത്രുതയുള്ളവരെ നശിപ്പിക്കുന്ന ഒരു ദൈവമായി എല്ലാം നമ്മൾ ദൈവത്തെ പോലും മനസ്സിലാക്കി തുടങ്ങി. ഇന്നലേക്ക് തലേന്ന് മെനിഞ്ഞാന്ന് പരുമലപ്പള്ളിയിൽ നമ്മുടെ അങ്ങേ ഹാളിൽ വെച്ച് വൈദികരുടെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവിടെ അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി പെയിൻ സ്റ്റുവാർട്ടിൻ്റെ ഒരു ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. ഒരുപാട് പ്രശസ്തിയുടെ കൊടുമുടിയിലേറിയ മനുഷ്യൻ, ഒരു 10-40 വയസ്സിന് ഇപ്പുറത്ത് മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രേസ്ലെറ്റിൽ എഴുതിയിരുന്നത് 4 അക്ഷരങ്ങളാണ്, WWJD. അതിൻ്റെ വിപുലീകരണം വാട്ട് വുഡ് ജീസസ് ഡു. പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടിയാൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? ഉപദേശിപ്പാൻ അവസരം കിട്ടിയാൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? ആളുകൾ വഴി തടഞ്ഞാൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്. ശിഷ്യന്മാരും കർത്താവും കൂടെ ശമരിയയിലൂടെ കടന്നുപോയപ്പോൾ ഒരു വഴി തടഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ഒത്തിരി പ്രകോപിതരായി. ഏലിയാവ് തീ ഇറക്കി ദഹിപ്പിച്ചതുപോലെ യുവമാരെ എല്ലാം അങ്ങ് കൊന്നാലല്ല. അപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ആത്മാവിനുള്ളവരാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നത്. അവർ വേറൊരു വഴിയായി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി. ഒരു സമവായത്തിൻ്റെ പാത. നമ്മുടെ പ്രാർത്ഥനയിൽ ശത്രു സംഹാരം കടന്നു വരാറുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളെ ചതിച്ചവനെ ചതിക്കുഴിയിൽ വീഴണം എന്ന പ്രാർത്ഥന വരാറുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സൂക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥന പോഷക ഗുണമുള്ളതായി തീരുകയില്ല. ഉപവസിക്കുമ്പോൾ നീ എന്തിനാണ് വാടിയ മുഖം കാണിക്കുന്നത്? തലയിൽ എണ്ണ തേച്ച് നിനക്ക് കുളിച്ചുകൂടെ? അത് ഉപവാസത്തെ ബാധിക്കുമോ? കർത്താവ് ചോദിച്ച ന്യായമായ ഒരു ചോദ്യമാണ്. ദാനധർമ്മം ചെയ്യുമ്പോൾ നീ എന്തിനാണ് നിന്റെ മുൻപിൽ ചെണ്ട കൊട്ടിക്കുന്നത്? നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതിരിക്കട്ടെ. ഇതെല്ലാം കർത്താവ് ആത്മീയ ചര്യകൾക്കുള്ള നല്ല പോഷക ഗുണത്തെക്കുറിച്ച് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ പോഷക ഗുണമില്ലായ്മ നമ്മെ ആത്മനാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നിർമ്മല ജലം പെന്തിക്കോസ്തിയിൽ നമ്മുടെ ദേഹത്ത് തളിച്ചാലും, നമ്മുടെ ഹൃദയം പുതുക്കത്തക്കവണ്ണം പുതിയൊരു ആത്മാവിനെ അവൻ നമുക്ക് തന്നാലും, മത്തായി കുഞ്ഞിലച്ചൻ പറഞ്ഞ പോലെ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാനുള്ള പ്രേരണയും കൊണ്ട് പിശാച് നമ്മുടെ പഠിക്കലുണ്ടെന്ന് പ്രത്യേകം നമ്മൾ ഓർത്തോണം. രണ്ടാമത് ഇവിടെ പറയുന്ന വാക്ക് സ്റ്റാർവേഷനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ഒരു സ്റ്റാർവേഷൻ വേദപുസ്തകത്തിൽ വേറെ എങ്ങും കാണുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 മക്കളുള്ള ഒരപ്പന് ഇളയ മകന് അവൻ്റെ സമ്പാദ്യമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി, എല്ലാം തോന്നിവാസം കളഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ട് പന്നിക്ക് കിട്ടുന്ന ഭക്ഷണം പോലും കിട്ടാതെ വന്നു. അവന് മുട്ടുണ്ടായി. അവൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഐ ആം പെറിഷിങ്, ഞാൻ നശിക്കുകയാണ് എൻ്റെ വിശപ്പ് കൊണ്ട്.
അവനെ നമ്മൾ മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ പിന്നെ പിതാവിൻ്റെ ഇഷ്ടപുത്രനായിട്ട് മാറി. മൂത്ത മോനാണ് പിന്നെ അല്പം കുഴപ്പത്തിൽ അവസാനിക്കുന്നത്. ഇളയ മകൻ വലിയ ഇഷ്ടക്കാരനായി. പോകട്ടെ, അതല്ല നമ്മുടെ വിഷയം. ലൂക്കോസ് 15 3 നഷ്ടങ്ങളാണ്. ഒരാടിനെ നഷ്ടപ്പെട്ട ഇടയൻ, ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീയെ, ഒരു മോനെ നഷ്ടപ്പെട്ട അപ്പൻ. ഒരു ഫലിതം കേട്ടു. സൺഡേ സ്കൂളിൽ ചോദിച്ചു, 99 വിട്ടേച്ച് നഷ്ടപ്പെട്ട ആടിനെ തപ്പി എന്തിനാ ഇടയൻ പോയത്? ഒരു മിടുക്കൻ കൊച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, അത് കറവയുള്ള ആടായതുകൊണ്ടാണ് അതിനെ തപ്പിപ്പോയത്. മറ്റേ ആടൊന്നും ഗുണമല്ലായിരുന്നു. കൂട്ടത്തിൽ കറവയുള്ള ആട് തെറ്റിപ്പോയി. അതിനെ പോയി പിടിക്കാതിരുന്നാൽ വൈകിട്ട് കറന്ന് പാല് കൊടുക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് ആടിനെ തപ്പിപ്പോയത്. ആട്ടിടയന് ആടിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന വിഷയം ബോധപൂർവം വിട്ടുകളഞ്ഞു. അതുപോലെ ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീ ചൂലെടുത്ത് വിളക്ക് കത്തിച്ചെല്ലാം അടിച്ചു വാരുകയാണ്. അതുപോലെ ഈ അപ്പൻ, ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നിരുപാധികമായി സ്നേഹത്തോടെ അവനെ സ്വീകരിക്കുകയാണ്. സ്റ്റാർവേഷൻ അത് മരണത്തിലേക്ക് നയിക്കും, അതിൻ്റെ പോയിന്റിൽ നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ. അവിടെ പറയുന്നുണ്ട്, when he came to himself, അവൻ അവനിലേക്ക് വന്നപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. many hired servants in my father's home, they have enough and more bread, but I am here perishing. I will arise and I will go. എന്നിട്ട് ഞാൻ അവനോട് പറയും, അപ്പാ, I have sinned and sinned before you and before heaven. സ്വർഗത്തോടും നിന്നോടും ഞാൻ തെറ്റ് ചെയ്തു. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുകയാണ്. നമ്മളെയൊക്കെ കളിപ്പിച്ച് കൊണ്ടുപോയവർ കാണും, നമ്മളൊക്കെ കളിപ്പിക്കപ്പെട്ടവരായിരിക്കും. പക്ഷേ we have to came to ourselves. നമ്മിലേക്ക് മടങ്ങി വരണം. സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് എല്ലാം. സ്നേഹമാണ് ദൈവശാസ്ത്രം. വള്ളത്തോളിൻ്റെ ശ്രദ്ധേയമായൊരു പാട്ടുണ്ടല്ലോ, പരസ്പരം സ്നേഹിപ്പീൻ, പരസ്നേഹം പരത്തുവീൻ, നിരക്ഷര ആലേഖനം ഇത് ഈശശാസ്ത്രം. ഈശശാസ്ത്രം എന്ന് പറഞ്ഞാൽ തിയോളജി എന്നാണ്, ദൈവശാസ്ത്രം എന്നാണ്. അത് നിരക്ഷര ആലേഖനമാണ്. താഴെപ്പുറത്ത് റായിട്ട തറയാകും, പായടെപ്പുറത്ത് നായിട്ട പനയാവും. പക്ഷെ സ്നേഹത്തിന് അക്ഷരമില്ല. പരസ്പരം സ്നേഹിപ്പീൻ, പരസ്നേഹം പരത്തുവീൻ, നിരക്ഷര ആലേഖനം ഇത് ഈശശാസ്ത്രം. അതിനപ്പുറത്തൊരു ദൈവശാസ്ത്രമില്ല. അതുകൊണ്ട് ഈ സ്റ്റാർവേഷൻ, ഈ കഠിനമായ വിശപ്പിൽ മരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കണം. ഒരുപാട് പേരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുന്നവരും അവൻ്റെ ആട്ടിൻകൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് കേട്ടോ. ഞാനൊരു കാര്യം ഈ സമയത്ത് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് പരിഭവിക്കരുത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന സഭയുടെ പരമാധ്യക്ഷൻ അമേരിക്കയിൽ ഒരു കാർ അപകടത്തിൽ മരിച്ചു. ആർക്കെപ്പോഴാണ് അപകടം ഉണ്ടാകാൻ പാടില്ലാത്തത്? അദ്ദേഹത്തെക്കുറിച്ച്, ഇമ്മറ്റീരിയലായ ഒരാളിനെ കുറിച്ച് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പഴയ തൊഴിൽ, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ തൊഴിൽ, അതെല്ലാം പറഞ്ഞ് എന്ത് രസമാണ് നമുക്കതിൽ നിന്നുണ്ടാവുന്നത്. എൻ്റെയും നിങ്ങളുടെയും പഴയ തൊഴിൽ, നമ്മുടെ അപ്പൻ്റെ തൊഴിൽ പറയാത്തത് കൊണ്ടല്ലേ മനുഷ്യൻ അറിയാതിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കേട്ട് മടുത്തിട്ടൊരു പാസ്റ്റർ രംഗത്ത് വന്നിട്ട് അദ്ദേഹത്തെ, യോഹാൻ മെത്രാപ്പോലീത്തായെ ഒന്ന് പൊതിഞ്ഞ് സംസാരം കേൾക്കണോ? ഒരിടത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, ഒരുപാട് സ്നേഹവും ഒരുപാട് കൃപയുമുള്ള മനുഷ്യനായിരുന്നു. അയാൾ അനേകർക്ക് വെളിച്ചം കാണിച്ചു കൊടുത്തു. ഒടുവിൽ അയാൾ അന്ധനായി കഴിഞ്ഞിട്ടും അയാൾ
അനേകർക്ക് വെളിച്ചം കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവിടെയും ഒരു കുത്താണ്, യോഹാൻ മെത്രാപ്പോലീത്തായ്ക്ക് ഒരു കുത്താണ്. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരനായിരുന്നപ്പോൾ അവന് നല്ല കാഴ്ച ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറിയപ്പോൾ അവൻ കണ്ണുപൊട്ടനായെന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഒരു മുഖ്യ തൊഴിൽ ഇതാണ്. സ്നേഹിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, സ്നേഹം പരത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ദൈവശാസ്ത്രജ്ഞനാകാൻ നമുക്കെല്ലാം വലിയ താല്പര്യമാണ്. അതിൻ്റെ ഏത് ഉപരിയായ പഠനം വരെയും നമ്മൾ നടത്തിപ്പോകും. അതുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തുമാത്രം ആളുകളെ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ പാരമ്പര്യ സഭകൾക്കൊന്നും സാധിക്കാത്ത തരത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെയും അവിടുത്തെ അച്ഛന്മാരെയും ഒക്കെ സുറിയാനി പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ അടുത്തറിയാനും ആ എളിമ മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. മൂന്നാമത് ഇവിടെ പറയുന്നു വീക്ക്നെസ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അർദ്ധപ്രാണനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമായിരുന്നു. പോയ വഴിയിൽ കള്ളന്മാരവനെ പിടിച്ചു, അവനുള്ളതെല്ലാം കവർന്നെടുത്തു, അവനെ അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആരും ശ്രദ്ധിക്കാതിരുന്നാൽ ഏതാനും മിനിറ്റുകൾക്കകം അവൻ ഇല്ലായ്മയായി പോകും. അവിടേക്ക് ഒരു ശമരിയാക്കാരൻ വന്ന് അവനെ താങ്ങിയെടുത്ത് അവൻ്റെ വാഹനത്തിൽ കയറ്റി അവനെ സത്രത്തിലാക്കി അവന് വേണ്ടി പണം വ്യയം ചെയ്തു, അവന് വേണ്ടി സമയം വ്യയം ചെയ്തു. അങ്ങനെ അവനെ രക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ, ആത്മാവിൻ്റെ വെളിച്ചം ശോഭ കെട്ടുപോകാൻ സാധ്യതയുള്ള ചില മേഖലകളാണ്. ഈ മേഖലകൾക്കെല്ലാം നമ്മൾ ഊന്നൽ കൊടുക്കണം. ഈ മേഖലകൾക്കെല്ലാം നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോൾ നാം ദൈവത്തിങ്കിലേക്ക് നോക്കും, നാം നമ്മിലേക്ക് നോക്കും, നാം അപരനിലേക്ക് നോക്കും. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സ്വകാര്യതയാണ്. ബട്ട് വെൻ വി പ്രേ വി ആർ നോട്ട് എലോൺ. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, ഒരു സമൂഹം മുഴുവനാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ എന്ന് നമ്മിലേക്ക് നോക്കണം. മറ്റുള്ളവർ അനുഭവിക്കുന്ന മരണത്തിലേക്ക് നയിക്കുന്ന വിശപ്പ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപരനിലേക്ക് നമ്മൾ നോക്കണം. എത്രയോ പേര് അർദ്ധപ്രാണരായി കിടക്കുന്നു. നമ്മുടെ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ലോകം വിട്ടു പോകുമെന്ന അവസ്ഥയിലുള്ളവർ എത്ര പേരുണ്ട്? അഭിമാനം കൊണ്ട് പുറത്ത് പറയാതെ എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കടിച്ചൊതുക്കുന്നു. നമ്മൾ ആരോട് സംസാരിക്കുന്നില്ലല്ലോ. ഇപ്പം വീട്ടിൽ കയറ്റിറക്കങ്ങളില്ല, പരസ്പര സംസാരമില്ല. ഒന്ന് സംസാരിച്ചാലേ പ്രയാസങ്ങൾ അറിയത്തുള്ളൂ. അടുത്തുള്ള വീടുകളുമായിട്ട് പോലും നമുക്ക് ബന്ധമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ആ ഒരവസ്ഥ മാറാൻ നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ് പ്രാർത്ഥനായോഗം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തെസലോനിക്കർക്ക് പൗലോസ് എഴുതുമ്പോൾ പറയുന്നു, നിങ്ങളെക്കുറിച്ച് നല്ലതാണ് പറയാനുള്ളത്, പക്ഷേ സ്റ്റിൽ ആത്മാവിനെ കെടുക്കരുത്. പ്രാർത്ഥനായോഗത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ, പക്ഷെ ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കുകയുമരുത്. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് ചുരുക്കുന്നു.